നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ആത്മവിശ്വാസമാണ്. അതാണ് കക്ഷി MLA സ്ഥാനം രാജിവെക്കാതിരുന്നത്. ഇന്ന് വൈകിട്ടോടെ അടൂരിലെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെയോടെയോ അടൂരിലുള്ള വീട്ടിൽ നിന്നും തൻ്റെ നിയോജക മണ്ഡലമായ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തൻ്റെ ഓഫീസിൽ വരും ദിവസങ്ങളിൽ താൻ ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുള്ള കോൺഗ്രസ് നേതാക്കളെ, തൻ്റെ സുഹൃത്തുക്കളായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. ധാരാളം വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പൂർത്തീകരിക്കാനുള്ള നീക്കവുമായാണ് അദ്ദേഹം പോകുന്നത്. രാഹുൽ ഇപ്പോഴും MLA ആണ്. അതുകൊണ്ട് MLAയുടെ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. പാലക്കാട് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് ഇനി അദ്ദേഹം ഊർജിതമായി നടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന വിവരം. കോൺഗ്രസ് നേതാക്കളാരും അദ്ദേഹത്തോട് അത്ര അടുപ്പം കാണിച്ചെന്ന് വരില്ല. എന്നാൽ ഷാഫി പറമ്പിൻ്റെ പിന്തുണയുള്ള വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ പാലക്കാടുണ്ട്. അവർ രാഹുലിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നും അവർ മണ്ഡലത്തിലെ കാര്യങ്ങൾ ഭംഗിയായി നോക്കുമെന്നുമാണ് പറയുന്നത്. അവിടെ ഏതാണ്ട് 20ഓളം വീടുകളുടെ പണി പൂർത്തിയാകാനിരിക്കുന്നുണ്ട്. 4 വീടുകളുടെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. പാവപ്പെട്ടവർക്കുള്ള 20 വീടുകൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ്. അത് 4 എണ്ണത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി 16 എണ്ണത്തിൻ്റെ പണി ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ വീടുകളിൽ പണി തീർത്ത് താക്കോൽ ദാനം നടത്താനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്. രാഹുലിന് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അവർ നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ BJPയും DYFI ഒന്നും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയും എന്നുള്ള സൂചനയുമുണ്ട്. തടഞ്ഞാൽ പോലീസിന് രാഹുലിനെ സംരക്ഷിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇപ്പോഴും MLA ആണ്. MLAക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ നിർബാധം സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാനുള്ള DYFIയുടെയും BJPയുടെയും യുവമോർച്ചയുടെയും ശ്രമം അത്രയ്ക്ക് അങ്ങ് വിജയിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല DYFI അത്ര ബലം പിടിക്കുമോ എന്നുള്ള കാര്യത്തിലും എല്ലാവർക്കും സംശയമുണ്ട്. കാരണം അവിടെ BJP ആണ് രണ്ടാം കക്ഷി. BJP ആണ് രാഹുൽ മാങ്കൂട്ടം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കിട്ടുക BJPക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്തിനാണ് വെറുതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിയിലിറക്കുന്നത്? BJPക്കാർ വേണമെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള നിലപാടിലാണ് അവിടെ CPM നേതാക്കൾ. അതുകൊണ്ട് CPMൻ്റെ ഭാഗത്തു നിന്നും രാഹുലിനെതിരെ അത്രയ്ക്ക് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും പറയുന്നുണ്ട്. കാരണം അത്തരം പ്രതിഷേധങ്ങളൊക്കെ അടിസ്ഥാനപരമായി BJPക്ക് ഗുണം ചെയ്യുകയുള്ളൂ. കാരണം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ വീണാൽ പിന്നെ BJPക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. CPMന് അവിടെ ജയിക്കാനുള്ള വോട്ടൊന്നുമില്ല. P. സരീൻ എത്ര വിചാരിച്ചാലും കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ ഒരു 2000 വോട്ട് കൂടുതൽ അടുത്ത തവണയും പിടിക്കാൻ കഴിയില്ല എന്നാണ് അവിടെയുള്ള CPMകാർ തന്നെ രഹസ്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിയാൽ അദ്ദേഹത്തെ അങ്ങനെ അലോസരപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനം CPMൻ്റെ ഭാഗത്തുണ്ട്. എന്നാൽ രാഹുൽ ആകട്ടെ കടുത്ത ആത്മവിശ്വാസത്തോടെ ഫീൽഡിലിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 20 വീടുകളിലെ പണി തീർന്നതിന് ശേഷം മണ്ഡലത്തിലെ ചില വികസന പ്രവർത്തനങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം മുഴുവൻ സമയവും പാലക്കാട് താമസിച്ച് നിരന്തരം ജനങ്ങളോട് ഇടപഴകാനുള്ള തന്ത്രവുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് തന്നില്ലെങ്കിലും ഒരുപക്ഷെ രാഹുൽ അവിടെ സ്വതന്ത്രമായി മത്സരിക്കും. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില നേതാക്കൾക്ക് അതിൽ താല്പര്യവുമുണ്ട്. പാലക്കാട് DCC കടുത്ത എതിർപ്പാണ് രാഹുലിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഒരു സഹകരണവും MLA എന്നുള്ള നിലയിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത തവണ സീറ്റ് ഉണ്ടാകാനും സാധ്യത കുറവാണ്. ഷാഫി പറമ്പിൽ എത്ര കളിച്ചാലും ഇനി രാഹുലിന് സീറ്റ് കിട്ടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാതെ ഈ പറയുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് അദ്ദേഹം അവിടെ വീണ്ടും MLA ആയി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPM പോലും രാഹുലിനെ പിന്തുണച്ചേക്കാം എന്നുള്ള അവസ്ഥയിലുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി പാലക്കാട് നിന്ന് മത്സരിച്ചാൽ CPM പിന്തുണ കൊടുക്കും എന്നുള്ള ചിന്താഗതി ഇപ്പോൾ CPMനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMൻ്റെ പിന്തുണ രാഹുലിന് കിട്ടിയാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ CPMനുണ്ട്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് മാത്രമേ ഒരു സന്നാഹമുള്ളൂ. വോട്ട് ചെയ്യിക്കാനും പ്രവർത്തകരെ കൊണ്ടുവരാനൊക്കെയുള്ള സന്നാഹം അവർക്കേ ഉള്ളൂ. അതിനെ മറികടക്കുക ഷാഫി പറമ്പിലും മാത്രം കരഗതമായൊരു കൗശലമായിരുന്നു. അത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ചിലവാക്കി. എന്നാൽ CPMന് അങ്ങനെ ഒരു കൗശലം അവിടെയില്ല. കാരണം അവർക്ക് വോട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അത് ലോട്ടറി അടിച്ച പോലെയാവും.
രാഹുലിനെ വേണമെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ CPM പിന്തുണ നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ അങ്ങനെ പുറത്തു നിന്നുള്ള പണിക്ക് ഒരുങ്ങുകയാണ്.